കോൺഗ്രസ് ലോക്സഭാ എംപിമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ശശി തരൂർ. തുടർച്ചയായി മൂന്നാം തവണയാണ് തരൂർ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പ്രശംസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളെ തുടർന്ന് കോൺഗ്രസും കേന്ദ്ര നേതൃത്വവുമായുള്ള വിയോജിപ്പിനിടെയാണ് ശശി തരൂർ വീണ്ടും കോൺഗ്രസ് യോഗത്തിൽ എത്താതിരിക്കുന്നത്. ഡിസംബർ 19-ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് ഇതുവരെയുള്ള പ്രകടനം അവലോകനം ചെയ്യുന്നതിനും BJPക്കെതിരായ ആക്രമണങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനുമായി രാഹുൽ ഗാന്ധിയാണ് യോഗം വിളിച്ചത്. കോൺഗ്രസിന്റെ 99 എംപിമാരെ യോഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു. അതേസമയം താൻ സ്ഥലത്തില്ലെന്നും യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും തരൂർ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നതായാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം രാത്രി പ്രഭാ ഖൈത്താൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം കൊൽക്കത്തയിലായിരുന്നു. ഇതിനാലാണ് ഡൽഹിയിലെത്താൻ സാധിക്കാത്തതെന്നാണ് വിശദീകരണം. നേരത്തെ നവംബർ 18, 30 തീയതികളിൽ നടന്ന യോഗത്തിലും തരൂർ പങ്കെടുത്തില്ല. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ നിന്നുമാണ് തരൂർ വിട്ടുനിന്നത്. നവംബർ 30-ന് നടന്ന യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് മനഃപൂർവ്വമല്ലെന്നും കേരളത്തിലേക്കുള്ള യാത്രയിലായതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് തരൂർ അന്ന് നൽകിയ വിശദീകരണം. നവംബർ 18-ന് നടന്ന യോഗത്തിൽ അസുഖം കാരണമാണ് വിട്ടുനിന്നതെന്നാണ് അറിയിച്ചത്. അന്ന് KC വേണുഗോപാലും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. രണ്ടാമത്തെ തവണ നവംബർ 18-ന് നടന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതിന് ആരോഗ്യകരമായ കാരണങ്ങളാണ് തരൂർ നിരത്തിയത്. അതേസമയം അതിന് ഒരു ദിവസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിൽ തരൂർ പങ്കെടുത്തിരുന്നു എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത. അന്നത്തെ മോദിയുടെ പ്രസംഗത്തെ പ്രശംസിച്ച് തരൂർ പങ്കുവച്ച പോസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രിയെ ഇത്രയധികം ആകർഷകമായി തോന്നുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വിട്ട് തരൂർ BJPയിൽ ചേരണമെന്ന് പോലും ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അവസാനമായി തരൂർ പങ്കെടുത്ത പാർട്ടി യോഗം ഒക്ടോബറിലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ നടന്ന യോഗത്തിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് നേതൃത്വം നൽകിയത്. രാഹുലും സഹോദരി പ്രിയങ്ക ഗാന്ധി നടത്തിയ ആക്രമണങ്ങൾ അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കളെ അസ്വസ്ഥരാക്കിയെന്നും പാർട്ടി വിലയിരുത്തലുകളുണ്ട്.